സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള മോഡ്യൂളാണ്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ ഗ്രാസ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ബട്ട് ദ തിങ് ഈസ്, നമ്മൾ ചെയ്യുമ്പോൾ ഒരു നമ്പർ മാറിയാലും നമ്മളുടെ കംപ്ലീറ്റ് ആൻസർ റോങ് ആവും. ഇത് എൻ്റെ മാത്സ് അസൈൻമെൻ്റ് ആയിരുന്നു. ഇതിൽ ഒരു ലീനിയർ ഇക്വേഷൻസ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ 13 പകരം 3 ഇട്ടാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആൻസർ റോങ് ആയി. എനിക്ക് കിട്ടിയത് ഇൻകൺസിസ്റ്റൻറ്റ് സൊല്യൂഷനാണ്. ബട്ട് ക്വസ്റ്റ്യനിൽ ഇത് കൺസിസ്റ്റൻ്റ് എന്ന് പ്രൂവ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇൻകൺസിസ്റ്റൻറ്റ് കിട്ടിയപ്പോഴേ എനിക്ക് മനസ്സിലായി റോങ് ആണെന്ന്. പിന്നെ കണ്ടപ്പോഴാണ് 13 പകരം 3 ഇട്ടത് ഞാൻ ശ്രദ്ധിച്ചത്. പിന്നെ അടച്ചു വെച്ചിട്ട് ഈവനിങ് 5:30 സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെയും 8 പകരം 18 ഇട്ടു, 3 പകരം 5 ഇട്ടു. ഇങ്ങനെ ചെയ്ത് എല്ലാം കംപ്ലീറ്റ് റോങ് ആയി വന്ന് ലാസ്റ്റ് ഒരു വാശി പിടിച്ച് ഇരുന്ന് ഫൈനൽ ആൻസർ കണ്ടുപിടിച്ചു. ഒരു നമ്പർ മാറിയാലേ നമ്മുടെ കംപ്ലീറ്റ് ആൻസർ റോങ് ആവും. ഇറ്റ് ടുക്ക് മൈ 2 hours ഓഫ് പ്രഷ്യസ് ടൈം. സോ ഇത് ചെയ്യുമ്പോൾ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യണം.